ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ക്ലേ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് കുക്കിംഗ് മെത്തേഡാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കോൺഫ്ലവറും വേണം, എണ്ണയും വേണം, പിന്നെ ഗ്ലൂവും വേണം, പിന്നെ വിനേഗറും വേണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കുപ്പി എന്നിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വൈറ്റ് ഗ്ലൂ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാത്ത പാത്രം വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുരുമ്പ് പിടിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് തുരുമ്പ് പിടിക്കാതെ പുറത്ത് തുരുമ്പ് പിടിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. കാര്യമില്ലെങ്കിൽ അകത്ത് തുരുമ്പ് പിടിച്ച് കിടക്കണമെങ്കിൽ അതിൻ്റെ കളറെല്ലാം കൂടെ ക്ലെയിഡ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. കോൺഫ്ലവറിന് ഒരെണ്ണത്തിന് 30 രൂപയൊക്കെ വരത്തുള്ളൂ. പിന്നെ 2 എണ്ണത്തിനും കൂടെ നമ്മുടെ ഗ്ലൂവിനും കൂടെ കൂട്ടി 20 രൂപ. അപ്പോൾ അങ്ങനെ വരത്തുള്ളൂ. പിന്നെ എണ്ണയും വിനേഗറും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പം ഞാൻ 2 കുപ്പി നമ്മുടെ ഗ്ലൂ എടുത്ത് അങ്ങോട്ട് കമത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിനേഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഓളം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഓളം ഇടുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ആക്ടിവേറ്റർ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വിനേഗർ. പിന്നെ എണ്ണയും കൂടി ഇടുന്നുണ്ട്. എണ്ണ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്യൂച്ചറിൽ ഈ ക്ലേ കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കുറേ സാധനങ്ങളൊക്കെ. കുറേ നല്ല കുറച്ച്. പിന്നെ നമ്മളത് ഫുള്ള് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോൺഫ്ലവർ, അതാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. കോൺഫ്ലവർ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ, കോൺഫ്ലവർ ഇല്ലാതെയും പിന്നെ നമ്മുടെ വൈറ്റ് ഗ്ലൂ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ പിന്നെ പറയാം. അപ്പം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കോൺഫ്ലവർ നമ്മുടെ കയ്യിലൊക്കെ പുരട്ടി നല്ലപോലെ ഇതാക്കി എടുക്കണം. പിന്നെ നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ ഉള്ളതും സ്പൂണിലുള്ളതും എല്ലാം കൂടെ വടിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗീവയുടെ വിന്നറിൻ്റെ വീഡിയോ ആയിരുന്നു. ഗീവയുടെ വിന്നറല്ല, ഗീവയിലെ സാധനങ്ങളെ പറ്റിയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഭയങ്കരമായിട്ട് ലോങ് ആയി. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളെനിക്ക് ലോങ് വീഡിയോ ഇടാമെന്ന് എനിക്ക് കഴിയില്ലായിരുന്നു. കാര്യം ഇനി അതൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കഴിയില്ലായിരുന്നു. പിന്നെ നമ്മൾ റെഡിയായ ക്ലേ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണ പുരട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് കിട്ടാനാണ്. നമ്മൾ നേരത്തെ പെട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടെ പുരട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കവറിൽ നമ്മൾ പൂട്ടി വെക്കണം. എയർ കയറാത്ത വിധത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതൊരു 6 മാസം വരെയൊക്കെ ഈ ക്ലേ നിന്നോളും. എയർ കയറാതെ നോക്കി 6 മാസം വരെ. പിന്നെ ക്ലേ ആയെന്ന് തോന്നുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതിനാണ് ക്ലേ ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ മാത്രം പൊതിഞ്ഞാൽ പോരാ, പിന്നെ എന്തെങ്കിലും കണ്ടെയ്നറിലും കൂടെ നമ്മൾ പൊതിയണം. പിന്നെ ഈ ക്ലേ വർക്കായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.